നമസ്കാരം. PSC 10th ലെവൽ പ്രിലിംസ് മാത്സ് ക്ലാസ് 2ലേക്ക് ഏവർക്കും സുസ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ 10th ലെവൽ പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള സമാന സ്വഭാവമുള്ള PSC ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിന്റെ തുടർച്ചയായി അതേ പാഠഭാഗത്തിൽ തന്നെ വന്നിരിക്കുന്ന സമാന സ്വഭാവമുള്ള ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ തുടർച്ചയായി ചർച്ച ചെയ്യുകയാണ് ചെയ്യുന്നത്. ടോപ്പിക് അത് തന്നെയാണ്, ഫസ്റ്റ് ലെസൺ തന്നെയാണ്, നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്. അതാണ് ലെസൺ. അതിലെ ക്വസ്റ്റ്യൻ നോക്കുക. 5 + 3 × 2 - 8 ഡിവൈഡഡ് ബൈ 4. അതാണ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പാർട്ട്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർഡർ ഓഫ് ഓപ്പറേഷൻസ് എങ്ങനെയാവണം, ഏത് ക്രമത്തിലാണ് അവയെ സിംപ്ലിഫൈ ചെയ്യേണ്ടത്, അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ വരാത്തവർ അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ് ഒന്ന് നോക്കാവുന്നതാണ്. അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ. 5 + 3 × 2 - 8 ഡിവൈഡഡ് ബൈ 4. ഏത് ഓപ്പറേഷൻ ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്, ഏത് ക്രിയയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെ. ഇവിടെ ഏതെല്ലാം തന്നിട്ടുണ്ട്? ബേസിക് ഓപ്പറേഷൻസ് 4 എണ്ണം ഉണ്ട് അല്ലെ. 4 ബേസിക് ഓപ്പറേഷൻസ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, എഡിഷൻ, സബ്ട്രാക്ഷൻ എല്ലാം തന്നിട്ടുണ്ട്. ഓർഡർ ഓഫ് ഓപ്പറേഷൻസ് കാൻഡിഡേറ്റിന് അറിയാമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അത് അറിയാമെങ്കിൽ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യും അല്ലെ. മറ്റു ഓപ്പറേഷൻസ് എല്ലാം ആദ്യം അതേപോലെ തന്നെ എഴുതുന്നു. 5 + 3 × 2 - 8 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്? 2. 8 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് 2 ആണ്. 2 അവിടെ എഴുതുന്നു. ഫസ്റ്റ് ഡിവിഷൻ ചെയ്യുന്നു, പിന്നീടോ സെക്കൻഡ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു, പിന്നെ അഡിഷനോ സബ്ട്രാക്ഷനോ ചെയ്യാം. 5 + 3 × 2 6. ഇവിടെ ഇറ്റ് ഈസ് -2. 3 × 2 6 എഴുതുന്നു, അവിടെ -2 എഴുതുന്നു. ഇനി കാൽക്കുലേഷൻ പാർട്ടാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ക്രമത്തിലാണ് സിംപ്ലിഫിക്കേഷൻസ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ എഡിഷനും സബ്ട്രാക്ഷനും ഏത് ഓർഡറിലും ചെയ്യാം, ഏത് ഐഡിയൽ ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ. ഇവിടെ അതുപോലെ തന്നെ 5 + 6 എത്രയാണ്? 11. 11 - 2 = 9. 9 ആണ് ഈ പ്രോബ്ലത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിന്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടി ഞാൻ അതിന്റെ ഒരു പാർട്ട്സിലെ ഒരു ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ചോദ്യം വേറൊരു ചോദ്യം അതേ സ്വഭാവമുള്ളത് എടുത്തതാണ്. ഓക്കെ. For 5 + 3 × 2 - 8 divided by 4, we got 9 is the required answer. Okay. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. It is 8 + 8 within bracket divided by 3. 6 + 6 divided by 6. ഇതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം? 8 + 8 + 8 വിത്തിൻ ബ്രാക്കറ്റ്, ന്യൂമറേറ്ററിൽ ബ്രാക്കറ്റ് ഉണ്ട്, ഡിവൈഡഡ് ബൈ 3 ഹോൾ ഡിവൈഡഡ് ബൈ 6 + 6 വിത്തിൻ ബ്രാക്കറ്റ് ഡിവൈഡഡ് ബൈ 6. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ബ്രാക്കറ്റ് ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വേറെ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എന്തുണ്ടായിരുന്നില്ല? ഡിനോമിനേറ്ററിൽ ബ്രാക്കറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ക്വസ്റ്റ്യനിൽ ബ്രാക്കറ്റിന്റെ പ്രസൻസ് എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യണം, മനസ്സിലാവണം. കാരണം അതാണ് ഫസ്റ്റ് സിംപ്ലിഫിക്കേഷനിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെ. അപ്പൊ ഇതിൽ ഏതാണ്? 8 + 8 + 8 which is 24 divided by 3 whole divided by 6 + 6 + 6 18 divided by 6. വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. 24 divided by 3 it is 8 and 18 divided by 6 we get 3. Therefore 8/3 is the required answer. ചെറിയൊരു സാമ്യം കാണാൻ പറ്റും അല്ലെ. ഇപ്പൊ PSC പരീക്ഷകളുടെയൊക്കെ ഒരു പ്രത്യേകത ചോദ്യങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആവർത്തന സ്വഭാവമുള്ള ചോദ്യങ്ങൾ, ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തൊരു പ്രോബ്ലവും ഈ ക്ലാസ്സിലെ പ്രോബ്ലം നമ്മൾ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, പക്ഷെ ചോദ്യങ്ങൾ വേറെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ആ ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തത്. ബ്രാക്കറ്റിന്റെ പ്രസൻസ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എവിടെ ഉണ്ടായിരുന്നു? നേരത്തെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് വെച്ച് സിംപ്ലിഫൈ ചെയ്യുന്നു. അപ്പോൾ 24 divided by 3 8, 60 18 divided by 6
we get 8/3 is the required answer. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം, ശ്രദ്ധിക്കാം. It is 8 into 8. It is 8 plus 8 within bracket into 4 minus 2 into within bracket 4 plus 7. This is the question we have. 8 plus 8 within bracket into 4 minus 2 into within bracket 4 plus 7. So what muscle? ഒരു സംശയവും വേണ്ട, ഫസ്റ്റ് ബ്രാക്കറ്റിനെ സിംപ്ലിഫൈ ചെയ്യും അല്ലെ. ബേസിക് ഓപ്പറേഷൻസ് ചെയ്ത ഹെഡിങ്, ചാപ്റ്ററിന്റെ ഹെഡിങ് നോക്കൂ, അടിസ്ഥാന ക്രിയകൾ, അത് തന്നെയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും സിലബസിനെ അടിസ്ഥാനമാക്കി ആ ദിശാബോധത്തോടു കൂടി പഠിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ബേസിക് ഓപ്പറേഷൻസിലെ ക്വസ്റ്റ്യൻസ് ആണ് എടുത്തത്. 8 plus 8 16 into 4 minus 2 into within bracket 4 plus 7. It is 11. 4 plus 7, it is 11. Then on simplification 16 into 4 അല്ലേ, 16 into 4 എത്രയാണത്? ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. 6 4s are 24, carrying 2, 1 into 4, 4 plus 2 6, 16 into 4 64. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. കോളം മെത്തേഡിൽ നിന്ന് റോ മെത്തേഡിലേക്ക്, വർക്കിംഗ് കോളത്തിൽ നിന്ന് മെന്റൽ കാൽക്കുലേഷനിലേക്ക് മാറാൻ ശ്രമിക്കുക. 16 4s are 64 minus 2 into 11, it is 22. Then subtraction അല്ലേ, വർക്കിംഗ് കോളത്തിൽ സബ്ട്രാക്ഷൻ നമ്മൾ മെല്ലെ മെല്ലെ ഒഴിവാക്കുന്നു. It is 4 minus 2, we get 2. Then 6 minus 2, we get 4. Therefore 42 is the required answer. ബേസിക് ഓപ്പറേഷൻ അടിസ്ഥാനമാക്കി നമ്മൾ എടുത്തിരിക്കുന്ന ആ ക്വസ്റ്റ്യനിൽ എന്താണ്? 42 ആണ് ആൻസർ വരിക. അപ്പൊ അവിടെ സമയം വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് അല്ലെ. 45 സെക്കൻഡ്സിന്റെ ഉള്ളിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് കഴിയണം. അത് തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസിനെ നമ്മുടെ ഏറ്റവും നല്ല ഗൈഡായിട്ട് നമ്മൾ എടുക്കുന്നത് അല്ലെ. പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ഫോക്കസ് ചെയ്യുന്നു, അതിലൂടെ മുന്നേറുന്നു, ടോപ്പിക്കുകൾ വിട്ടുപോകരുത്. ബേസിക് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ബേസിക് ഓപ്പറേഷൻസിലെ ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ എടുക്കണം. LCM and HCF എടുക്കുന്നുണ്ട് അടുത്ത ക്ലാസ്സുകളിൽ അല്ലേ. അപ്പൊ അവിടെ LCM ന്റെയും HCF ന്റെയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ കോൺസെപ്റ്റുകളെ അടിസ്ഥാനപ്പെടുത്തി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ ഫോക്കസ് ചെയ്ത് ചിട്ടയായി പഠിച്ചു കഴിഞ്ഞാൽ ഫെബ്രുവരിയിൽ വരുന്ന പ്രിലിമിനറി 10th ലെവൽ എക്സാമിൽ നമുക്ക് നിഷ്പ്രയാസം ക്വാളിഫൈ ചെയ്യാനാകും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. It is 9 divided by, it is double bracket within bracket 7 into 8 minus 85 plus within bracket 9 into 8 close the bracket minus 10 divided by 5 within bracket, then close the double bracket. Okay. Once again, 9 divided by within double bracket, it is 7 into 8 within bracket minus 85 plus 9 into 8 minus within bracket 10 divided by 5, close the bracket and close the double bracket also. Okay. ഇത് ബേസിക് ഓപ്പറേഷൻസ് ഉപയോഗിച്ച് ചെയ്യുന്ന കുറച്ച് നിലവാരമുള്ള നമ്മൾ നേരത്തെ ചെയ്ത ടൈപ്പ് ചോദ്യത്തിൽ നിന്ന് അല്പം മുകളിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ രണ്ടു തരം ബ്രാക്കറ്റുകൾ നമുക്ക് കാണാം അല്ലെ. അപ്പൊ അവിടെയുള്ള ഒരു സിംഗിൾ ബ്രാക്കറ്റുകളും ഇവിടെയുള്ള ഒരു ഡബിൾ ബ്രാക്കറ്റുകളും എല്ലാം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതിൽ എവിടെയാണ് സിംപ്ലിഫിക്കേഷൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? ഈ വലിയ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഇറ്റ് ഈസ് 9 divided by, ഈ ഡബിൾ ബ്രാക്കറ്റുകൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം. അതിന്റെ ഉള്ളിൽ ബ്രാക്കറ്റ് ഉണ്ട്. അതിൽ 7 8s are 56 minus 85 plus within bracket 9 8s are 72
മൈനസ് ലാസ്റ്റ് ബ്രാക്കറ്റ് അല്ലെ, ആ ലാസ്റ്റ് ബ്രാക്കറ്റ് നോക്കുക, ഇറ്റ് ഈസ് 10 ഡിവൈഡഡ് ബൈ 5 ആണ്. അപ്പൊ ഈ ബ്രാക്കറ്റുകൾ എല്ലാം തന്നെ സിംഗിൾ ബ്രാക്കറ്റുകളാണ്. അപ്പൊ അത് ഏതിന്റെ ഉള്ളിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഇതെല്ലാം ഡബിൾ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് വരിക. അപ്പൊ അതുകൊണ്ട് അവിടെ സിംപ്ലിഫൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇവിടെ സിംപ്ലിഫൈ ചെയ്ത് അവിടെ വന്നാലും ആൻസർ മാറില്ല. ഇടയിൽ മൈനസ് ഉണ്ട് പ്ലസ് ഉണ്ട് എന്ന് ഓർക്കാം. 10 divided by 5 we get to 2. Then writing the double bracket. Okay. So once again it is 7 8s are 56 minus 85 plus 9 8s are 72 minus 10 divided by 5 to close the double bracket. There is a sign of division. അല്ലേ, ഇവിടെ ഡിവൈഡ് ചെയ്യാനുള്ള ഒരു സൈൻ കൂടി ഉണ്ട്, അതായിട്ടില്ല, ഇതിലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പൊ വീണ്ടും എന്ത് ചെയ്തു, ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ബ്രാക്കറ്റിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു, ഒരു ബ്രാക്കറ്റിനുള്ളിലേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വി ബോട്ട് പാസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ബ്രാക്കറ്റ്, അതിനെ വിൻകുലം ബ്രാക്കറ്റ് എന്ന് പറയുന്ന രാശി. രണ്ട് ബ്രാക്കറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യേണ്ടത് എന്ന് ഇവിടെ പറയുന്നു. ഓക്കെ, 9 divided by, ഇത് എങ്ങനെയാണ്, നമുക്ക് ഇതിന്റെ ഓർഡർ എങ്ങനെയാണ്? ചിലര് 56 മൈനസ് 85 എടുക്കും, പിന്നെ 72 എടുക്കും, പിന്നെ മൈനസ് ചെയ്യും. പ്ലസും മൈനസും എന്താണ്, ഇടകലർന്ന് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരിക, അല്ലെങ്കിൽ മിക്സ്ഡ് ആയിട്ട് വരിക, ആ ഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, പോസിറ്റീവ് വാല്യൂസ് എല്ലാം തന്നെ ഒന്നിച്ചെടുക്കുക, നെഗറ്റീവ് വാല്യൂസ് എല്ലാം തന്നെ എന്ത് ചെയ്യാം, ഒന്നിച്ചെടുക്കുക. ലാസ്റ്റ് അതിന്റെ എന്ത് ചെയ്യണം, ഡിഫറൻസിലേക്ക് വരും. അപ്പൊ നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്. പോസിറ്റീവ് വാല്യൂസ് ആയിട്ടുള്ള 56 എടുക്കുന്നു ഫസ്റ്റ്, ഇവിടെ എന്തെടുക്കുന്നു, 72 എടുക്കുന്നു, 56 പ്ലസ് 72. നെഗറ്റീവ് വാല്യൂസ് ആയിട്ടുള്ള 85 നമ്മൾ ഇവിടെ എടുക്കുന്നു, -2 ഇവിടെ എടുക്കുന്നു. അപ്പൊ ഓൾട്ടർനേറ്റീവ് പ്ലസ് മൈനസ് വരുന്ന സമയത്ത് പോസിറ്റീവ്സ് എല്ലാം ഒന്നിച്ചെടുക്കുക അല്ലെ. ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് ആഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ആഡ് ചെയ്യാം. ഇവിടെ അതേപോലെ തന്നെയാണ്, നെഗറ്റീവ് വാല്യൂസ് ഒന്നിച്ച് നമ്മൾ ഇവിടെ എഴുതും. കാൽക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്യും. 9 divided by 56 plus 72. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ആഡ് ചെയ്ത് നോക്കും. It is 6 plus 2 8. What about 7 plus 5? It is 12. It is 128. Minus, what about 85 minus 2? 85 minus 85 minus 2 അല്ലേ. ഒരേ സൈൻസ് വന്നു കഴിഞ്ഞാൽ നമ്പേഴ്സിന് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതേ സൈൻസ് കൊടുക്കണം. ഇവിടെ -85 ആണ്, -2 ആണ്, വി ഗെറ്റ് is -87. It is 128 -87 ലേക്ക് കാൽക്കുലേഷൻ വരും. ഇപ്പൊ കാൽക്കുലേഷൻ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ശ്രദ്ധാപൂർവമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവ നമ്മുടെ മനസ്സിൽ വെക്കേണ്ടത്. ഇപ്പൊ 9 divided by മറന്നു പോകരുത്. കാൽക്കുലേഷൻ നമ്മൾ തുടരുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ വരുമ്പോൾ it is 9 divided by, നേരത്തെ പറഞ്ഞ പോലെ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. 8 minus 7 we get 1. 2 ന് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ടേക്കിംഗ് ടുഗദർ 12. 12 നെ ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കാം. 12 minus 8 we get 4. 9 divided by 41. കാൽക്കുലേഷൻ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോൾ എപ്പോഴും ഓർമ്മയിൽ വെക്കാം, ഓപ്ഷൻസിലേക്ക് നമ്മൾ കണ്ടുപിടിക്കണം. ഓപ്ഷൻസ് ഏത് ഫോർമാറ്റിലാണ് തന്നിരിക്കുന്നത് എന്ന് നോക്കണം. അത് ഏതാണ്, ഫ്രാക്ഷണൽ ഫോം ആണോ, ഭിന്നസംഖ്യകളിലാണോ, ഡെസിമൽ ഫോർമാറ്റിലാണോ, അല്ലെങ്കിൽ ദശാംശ സംഖ്യകളിലാണോ എന്ന് നോക്കണം. അപ്പൊ നമ്മുടെ ഓപ്ഷൻസിൽ ഇത് ഡെസിമൽ ഫോമിലാണുള്ളത്. ഓപ്ഷൻസ് നമ്മൾ ഇവിടെ എഴുതാത്തത് സമയം പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ വി ഗെറ്റ് ഇറ്റ് ഈസ് 9 divided by 41 എന്ന് എഴുതുന്നു. അപ്പൊ ഫ്രാക്ഷനിലാണ് പ്രോബ്ലം എങ്കിൽ 9 divided by 41 എന്ന് പറയുന്ന ആൻസറിലേക്ക് വരാം. പക്ഷെ അവിടെ ഡെസിമൽ ഫോർമാറ്റിലാണ് അല്ലെ. അപ്പൊ 9നെ 41 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 9ല് 41 ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല, 0 പോയിന്റ് അല്ലെ. ഡിവൈഡ് ചെയ്യാൻ പറ്റുമ്പോൾ പറ്റാതിരിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, കോഷ്യന്റിൽ ഹരണഫലത്തിൽ 0 ഇടുന്നു, ഡെസിമൽ പ്ലേസ് ചെയ്യുന്നു, പോയിന്റ് ഇടുന്നു, അതിന്റെ കൂടെ എന്ത് ചെയ്യുന്നു, 9ന്റെ കൂടെ ഒരു 0 ആഡ് ചെയ്യുന്നു, 90. 91ല് 41 എത്ര ടൈംസ് ആണ് വരിക? അപ്പൊ ഓപ്ഷൻസിലേക്ക് നമ്മൾ നോക്കണം, ഇവർ എത്ര ഡെസിമലിലാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു ഡെസിമലിലാണ് ഓപ്ഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഡെസിമലിലേക്ക് പ്രോബ്ലത്തിനെ കൺവേർട്ട് ചെയ്താൽ മതി, കൂടുതൽ പ്ലേസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. 41 90ല് 41 2 ടൈംസ്
ദാറ്റ് ഈസ് 2 into 41. 82 നമ്മൾ എന്ത് ചെയ്യാം, പ്രോബ്ലത്തിന് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. കാരണം നമ്മുടെ ഓപ്ഷനിൽ എന്തുണ്ട്, 0.2 എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ ഉണ്ട്. ഓക്കെ, ഇത് ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണുള്ളത് അല്ലെ. അതിന്റെ സ്റ്റെപ്പുകളിലൂടെ ഇന്ന് കടന്നു പോകുമ്പോൾ എന്താണ്, രണ്ട് ബ്രാക്കറ്റുകളെ നമ്മൾ കാണുന്നു എന്നുള്ളതാണ് വ്യത്യാസം. നേരത്തെ നമ്മൾ ചെയ്ത ചോദ്യങ്ങളെല്ലാം ഫസ്റ്റ് സ്റ്റേജിൽ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് ആൻസർ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, അതില് 3-4 സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോകുന്നു അല്ലെ. ഫസ്റ്റ് സ്റ്റേജ് ഏതാണ്, ഈ ഡബിൾ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള സിംഗിൾ ബ്രാക്കറ്റുകളെയാണ് നമ്മൾ ആദ്യം സിംപ്ലിഫൈ ചെയ്തത്. അപ്പൊ അതാണ് 7 into 8 56 എഴുതിയത്, -85 അതേപോലെ എഴുതി, 9 into 8 72 എഴുതി, 10 divided by 5 2 എഴുതി. അപ്പൊ ഇന്റീരിയർ ബ്രാക്കറ്റ് അല്ലെങ്കിൽ ഇന്നർ മോസ്റ്റ് ബ്രാക്കറ്റിനെ സിംപ്ലിഫൈ ചെയ്ത സമയത്ത് വീണ്ടും ഒരു ബ്രാക്കറ്റ് മാത്രമായി അതിനെ ചുരുങ്ങി. ആ ബ്രാക്കറ്റിനുള്ളിൽ 4 നമ്പേഴ്സ് വരുന്നു. നമ്മൾ എന്ത് ചെയ്തു, ഓപ്പറേഷൻസ് അല്ലെ, പോസിറ്റീവ്സിനെ കീപ്പിംഗ് ടുഗദർ ഒന്നിച്ച് എഴുതി, നെഗറ്റീവ്സ് ആയിട്ട് അഗൈൻ കീപ്പിംഗ് ടുഗദർ ഒന്നിച്ച് എഴുതി. 56 plus 72 adding we get 128. 85 minus 2 we get -87. Then on subtraction we get 128 minus 87 എത്രയാണ്, 41. 9 പറഞ്ഞു പോകരുത്, 9 ഓൾറെഡി ഇത് 9 divided by 41. 9 divided by 41 നോക്കുമ്പോൾ ഓപ്ഷൻ ഇല്ല, ഓപ്ഷൻ ഡിസിമൽ കൺവേർഷനിലേക്ക് മാറ്റുന്നു. 9 4 41 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 0 ഇട്ട് ഡിസിമൽ ഇട്ട് ഇവിടെ ഒരു 0 കൂടി കൊടുത്തു, 90. 90നെ 41നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഹൗ മെനി ടൈംസ്, only 2 അവിടെ എഴുതി, 2 into 41 it is 82. പിന്നെ അതിന്റെ റിമൈൻഡർ 8 വരുന്നുണ്ട് അല്ലെ. അപ്പൊ സെക്കൻഡ് പ്ലേസിലും കൂടി എന്താണ്, ഓപ്ഷൻസിൽ ഡിസിമൽ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ വീണ്ടും ഒരു 0 ആഡ് ചെയ്യണം, പിന്നീട് എന്ത് ചെയ്യണം, ആ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ അത് നമ്മളോട് ഓപ്ഷൻസ് ആണ് നമ്മളോട് പറയുക, നിങ്ങൾ ഏത് പ്ലേസ് വരെ ഈ കാൽക്കുലേഷനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് എവിടെയാണ്, ഓപ്ഷൻസിൽ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ എന്താണ്, ഇതിന്റെ അടുത്ത സ്റ്റേജ് ഏതാണ് എന്നുള്ളതും പറയുന്നത്, ഫ്രാക്ഷണൽ ഫോമിൽ എഴുതണോ ഡെസിമൽ ഫോമിൽ എഴുതണോ എന്നുള്ളതും ഓപ്ഷൻ തന്നെയാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്, 6005 minus 6000 divided by 10. Okay. 6005 minus 6000 divided by 10. നേരത്തെ പ്രോബ്ലം നമ്മൾ ചെയ്തത് കൊണ്ട് ഇത് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം കാൽക്കുലേഷൻ പ്രോസസ്സിലൂടെ നമ്മൾ വളരെ ഈസി ആയിട്ട് കടന്നുപോയി എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഏതാണ് ഇവിടെ, സബ്ട്രാക്ഷനും ഡിവിഷനും ആണ് ഉള്ളത് അല്ലെ. ഇപ്പൊ ഡിവിഷൻ തന്നെ ഫസ്റ്റ് ചെയ്യണം എന്ന് നമുക്കറിയാം. 6005 minus 6000 divided by 10. കുറച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ സീറോസ് തന്നെ കട്ട് ചെയ്ത് ഇവിടെ 600 എന്ന് എഴുതാം. സംശയങ്ങൾ ഉണ്ടെങ്കിലോ വർക്കിംഗ് കോളത്തില് 6000 ഡിവൈഡഡ് ബൈ 10 കൊടുക്കാം, സീറോസിനെ കട്ട് ചെയ്യാം, സ്ട്രൈക്ക് ഓഫ് ചെയ്യാം, ഈ കേട്ട് 600 കിട്ടുന്നു. 6005 minus 600. ഓക്കെ, ഈ വർക്കിംഗ് കോളം കാൽക്കുലേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, മിനിമൈസ് ചെയ്യണം. മെന്റൽസം കാൽക്കുലേഷനെ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമൈസ് ചെയ്യണം. ഇപ്പൊ ഇവിടെ അതുപോലെ തന്നെ 6005 minus 600 ആണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് കാൽക്കുലേഷൻ ഇല്ലാണ്ട് തന്നെ നേരിട്ട് എഴുതിക്കൂടെ, തീർച്ചയായും. ഇതിന് വെറുതെ ഒരു 6000 ആയിട്ട് സബ്ട്രാക്ട് ചെയ്തോ, 6000 മൈനസ് എത്രയാണ്, 600. അപ്പൊ 6000 600 സബ്ട്രാക്ട് ചെയ്താൽ എത്ര വരും, 5400 അല്ലേ. ഇപ്പൊ 6000 minus 600 5400. അതിന്റെ കൂടെ ഏത് ആഡ് ചെയ്താൽ മതി, ഈ 5 ആഡ് ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് എന്തായിരിക്കും ആൻസർ വരിക, 5405 എന്ന് പറയുന്ന ആൻസറിലേക്ക് വരും. അപ്പൊ അതിനെ വീണ്ടും വർക്കിംഗ് കോളത്തിലേക്ക് ഇട്ട് സബ്ട്രാക്ട് ചെയ്യേണ്ട. അപ്പൊ എന്താ നമ്മളിവിടെ ചെയ്തത്, ഇതിനെ റൗണ്ടഡ് ഓഫ് ചെയ്യുന്നു അല്ലെ, 6000 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ആ 6000 600 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പൊ അതിന്റെ അകത്ത് 6000 minus 600 5400 അതവിടെ എഴുതി.
പിന്നീടോ ഇവിടെ ഒരു 5 വന്നിട്ടുണ്ടല്ലോ, ആ 5 അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. ആൻസർ എത്ര വരുന്നു? 5405 എന്ന് പറയുന്ന ആൻസറിലേക്ക് നമ്മൾ വരും. മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ? അപ്പൊ സംശയങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അതിന്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് കഴിയുന്നു. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സുകളുടെ ലിങ്കുകൾ താഴെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് തുടർന്ന് കേൾക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത പാഠഭാഗമായ LCM ആൻഡ് HCF ആയിരിക്കും അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ലസാഗും ഉസാക്കിയും അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.